അഖിലേഷും തേജസ്വിയൊക്കെ ഊന്നിയൊരു കാര്യമുണ്ട്. ഓരോ സംസ്ഥാനത്തും പ്രാമുഖ്യമുള്ള പ്രാദേശിക കക്ഷികളുടെ നേതൃത്വം കോൺഗ്രസും അംഗീകരിച്ച് മുമ്പോട്ട് പോകണം. ബീഹാറിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം, കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ദുരനുഭവം അദ്ദേഹം അവിടെ വിശദീകരിച്ചു. രാജ്യസഭ ഇലക്ഷൻ വന്ന സമയത്ത് ഒരു സീറ്റ് ഉറപ്പിച്ച് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ ഞാൻ വിളിച്ച് കാണുകയാണ് അപേക്ഷിച്ചിട്ടും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ MLA-മാരെ വിലക്കെടുത്തതിനേക്കാൾ കൂടുതൽ BJPക്ക് ആവശ്യം ലോകസഭയുടെ ഘടനയിൽ കൂടുതൽ MP-മാരെ കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സാഹചര്യം ഉണ്ട് എന്നും അവരുടെ ഓരോ MLA-മാർ BJPയുടെ ഏജന്റുമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് MP-മാരുടെ കാര്യത്തിലും സംഭവിക്കുന്നതെന്ന് അവരിന്ന് യോഗത്തിൽ വളരെ വിഷമത്തോടു കൂടി വിശദീകരിച്ചു. ഈ മമതാ ബാനർജിയുടെ വിഷയം വളരെ പ്രധാനമായിട്ട് എല്ലാ നേതാക്കളും പറഞ്ഞെങ്കിലും ആ 5 തീരുമാനങ്ങളിൽ അവിടുത്തെ അങ്ങനത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. അല്ല, മമതാ ബാനർജിയുടെ തീരുമാനം, മമതാ ബാനർജി അവരെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് അവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചു. സ്വാഭാവികമായിട്ടും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സംസ്കാരം BJP കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഭരണപക്ഷം മാത്രമായാൽ പോരാ, പ്രതിപക്ഷവും കൂടി അവർക്ക് വേണം. ഏതൊരു പ്രതിപക്ഷ കക്ഷിയും ഭിന്നിപ്പിക്കാനും വിലക്കെടുക്കാനുമുള്ള ഒരു സാഹചര്യം സംജാതമാകുന്ന ഒരു രാഷ്ട്രീയ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പശ്ചിമ ബംഗാളിൽ ഞങ്ങളും അവരും തമ്മിൽ പോരടിക്കുന്ന ആൾക്കാരാണ്. അത് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസും എല്ലാവരും കൂടെ നിന്നിരുന്നെങ്കിൽ വേണം BJPയെ തോൽപ്പിക്കാമായിരുന്നില്ലേ എന്ന് രാഹുൽ ഗാന്ധി ആ യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ സാഹചര്യം അതായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെയും സ്ഥാപനങ്ങളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് അഖിലേഷും തേജസ്വിയൊക്കെ ഊന്നിയൊരു കാര്യമുണ്ട്. ഓരോ സംസ്ഥാനത്തും പ്രാമുഖ്യമുള്ള പ്രാദേശിക കക്ഷികളുടെ നേതൃത്വം കോൺഗ്രസും അംഗീകരിച്ച് മുമ്പോട്ട് പോകണം. ബീഹാറിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം, കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ദുരനുഭവം അദ്ദേഹം അവിടെ വിശദീകരിച്ചു. 10-15 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യ കക്ഷികൾ തമ്മിൽ പോരടിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. രാജ്യസഭ ഇലക്ഷൻ വന്ന സമയത്ത് ഒരു സീറ്റ് ഉറപ്പിച്ച് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ ഞാൻ വിളിച്ച് കാണുകയാണ് അപേക്ഷിച്ചിട്ടും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. അപ്പോൾ പൊതുവേ എല്ലാവരും മനസ്സ് തുറന്നു. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ മീറ്റിംഗ് വളരെ ആരോഗ്യകരമായിരിക്കും. അല്ല, സാധാരണ ഇതിൽ സംസാരിക്കുന്ന പോലെ ഞാൻ മമതാ ബാനർജിയെ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 30 വർഷമായി, 35 വർഷമായി. അന്ന് മുതൽ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു അർജൻസി ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതായത് തൻ്റെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ടാകണമെന്നുള്ള, അല്ല, നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നല്ല രൂപത്തിലാണ് മീറ്റിംഗ് അവസാനിച്ചത്. അത് ഞങ്ങൾക്ക് കത്ത് തന്നിട്ടില്ല. യോഗത്തിൽ അങ്ങനെ ഒരു കത്ത് സർക്കുലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ മമതയ്ക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്, ആവശ്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഗറാവ് സംഘടിപ്പിക്കണമെന്നുൾപ്പെടെയുള്ള സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളെ സംഘടിപ്പിക്കണമെന്നുള്ള അതിലൊന്നും ആർക്കും വിയോജിപ്പുകളൊന്നുമില്ല. അത് എപ്പം വേണോ എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ. അല്ല, അത് എന്താ കാരണം വെച്ചാൽ പ്രതിപക്ഷ കക്ഷികൾക്ക് സംയുക്തമായിട്ടുള്ള ആശങ്കകൾ മുഖ്യ ന്യായാധിപനെ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു പില്ലറാണല്ലോ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് കത്തയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ അഖിലേഷ് പറയുന്നത് ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പിടിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വോട്ടവകാശം റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോം 7 പൂരിപ്പിച്ചിട്ട്, സാധാരണ ഇതിൽ ഒരാൾക്ക് 5 ഫോം പൂരിപ്പിച്ചിട്ട് 5 പേരുടെയൊക്കെ തട്ടുകളയാൻ പറ്റുള്ളൂ. 120-150 ഫോമൊക്കെ ഒരാൾ തന്നെ സബ്മിറ്റ് ചെയ്യുക. അതിനുവേണ്ടി ചില ഏജൻസികളെ BJP ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഏജൻസി ചുമതലപ്പെടുത്തിയ പ്രകാരം ഇങ്ങനെയുള്ള ഫോമുകൾ വെച്ചിട്ട് കൂട്ടത്തോടെ ആൾക്കാരുടെ വോട്ടവകാശം തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പോയാൽ എങ്ങോട്ടാണ് എത്തുക? ഇപ്പോൾ ബീഹാറിൽ ഇന്ത്യ സഖ്യം ജയിക്കുമെന്നുള്ള ധാരണയായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രതികരണം എന്നാലും എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റാഞ്ചപ്പെടുന്നു മാത്രമല്ല മോഷ്ടിക്കപ്പെടുന്നൊരു സാഹചര്യമാണ്.
ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ അസംതൃപ്തി രോഷവും നുരഞ്ഞു പൊന്തുകയാണ്. അതേസമയം ഇലക്ട്രൽ മാനേജ്മെൻറ്റ് വെച്ചിട്ട് BJP തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നു. അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റിയും തെരഞ്ഞെടുപ്പ് റിയാലിറ്റിയും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. അങ്ങനെ വരുമ്പോൾ രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇതെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യോഗത്തിൽ സംസാരിച്ചത്. DMK നേതാക്കൾ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ വിമത എംപിമാർ, അതായത് ലോക്സഭയിലെ 20 എംപിമാർ ഇന്ത്യയെ പിന്തുണയ്ക്കാനായി ഒരു നീക്കം നടത്തി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ആ സാഹചര്യത്തെക്കുറിച്ച് ഇന്ന് മമതാ ബാനർജി അവിടെ യോഗത്തിൽ വിശദീകരിച്ചിരുന്നു. അതായത് കോടാനുകോടി രൂപ പ്രലോഭനവും ഭീഷണിയുമായിട്ട് MPമാരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യം ഉണ്ട് എന്നും അവരുടെ ഓരോ MLAമാർ BJPയുടെ ഏജന്റുമാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് MPമാരുടെ കാര്യത്തിലും സംഭവിക്കുന്നതെന്ന് അവരിന്ന് യോഗത്തിൽ വളരെ വിഷമത്തോടു കൂടി വിശദീകരിച്ചു. അപ്പോൾ ഇതൊരു പുതിയൊരു വാർത്തയല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് അന്തരീക്ഷത്തിലുള്ളതാണ്. അത് 28 ലോക്സഭ MPമാരാണുള്ളത്. ആ 28 20 MPമാരെന്ന് പറയുമ്പോൾ രാജ്യസഭയും ലോക്സഭയും കൂടെ കൂട്ടിയിട്ടാണോ എന്നറിയില്ല. ലോക്സഭയിൽ 28 MPമാരാണ് തൃണമൂലിനുള്ളത്. അതെ, അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഒരു 3 ഉണ്ടല്ലോ. അല്ല, ഇതൊരു പാറ്റേൺ ആണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിയമസഭാ കക്ഷിയെ പിളർത്തിയ പോലെ തന്നെ, പിളർത്തിയതല്ല, അതിനെ ഹൈജാക്കി റാഞ്ചിക്കൊണ്ട് പോയതുപോലെ ഈ പറയുന്ന ലോക്സഭാംഗങ്ങളെ റാഞ്ചേണ്ടത് BJPക്ക് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ MLAമാരെ വിലക്കെടുത്തതിനേക്കാൾ കൂടുതൽ BJPക്ക് ആവശ്യം ലോകസഭയുടെ ഘടനയിൽ കൂടുതൽ MPമാരെ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട 2-3 ലെജിസ്ലേഷൻസ് അവരങ്ങ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലുകൾ, 1 നേഷൻ 1 ഇലക്ഷൻ, അതുപോലെ ഈ വനിതാ സംവരണത്തിൻ്റെ പേരിലുള്ള ഡീലിമിറ്റേഷൻ. അപ്പോൾ ഇതൊക്കെ പാസ്സാക്കണമെങ്കിൽ കുറച്ച് MLAമാരെ, കുറച്ച് MPമാരെ അവരുടെ ഭാഗത്തേക്ക് മാറ്റണം. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.